ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് താമര വിത്തുകൾ എങ്ങനെ വീട്ടിൽ തന്നെ മുളപ്പിക്കാം, നടാം എന്നതിനുള്ള ഒരു വീഡിയോ ആണ്. അപ്പം താമര വിത്തുകൾ ഈ കാണുന്ന പോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. റൗണ്ട് ഷേപ്പിലായിരിക്കും, ബ്ലാക്കിഷ് ബ്രൗണിഷ് കളറിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം താമര വിത്തുകൾ വീട്ടിൽ വെച്ചിട്ട് മുളപ്പിക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു കെയർ കൊടുക്കേണ്ടതാണ്. പിന്നെ അത്യാവശ്യം നല്ല സൂര്യ വെളിച്ചവും വേണ്ടതായിരിക്കും. ഇപ്പം നമ്മളൊരു വിത്തെടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഒന്ന് കുറച്ച് അല്പം കുഴിഞ്ഞ ഭാഗവും ഒന്ന് കുഴിയാത്ത ഭാഗവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് അല്പം കുഴിഞ്ഞ ഭാഗമാണ് നമ്മൾ ഒരത്തി എടുക്കേണ്ടത്. വേറെ ഭാഗം എടുക്കരുത്. അപ്പം നമുക്ക് ഇനി എങ്ങനെ ഈ വിത്തുകളെ എടുക്കാമെന്ന് നോക്കാം. രണ്ട് മെത്തേഡ് ഞാനിവിടെ പറഞ്ഞിരുന്നുണ്ട്. അതിലത്തെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് സാൻഡ് പേപ്പർ കിട്ടും, നോർമൽ ഷോപ്പിലൊക്കെ കിട്ടാവുന്നതാണ്. സാൻഡ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഈ കറുത്ത സ്പേസിൽ നമുക്ക് ഈ അല്പം കുഴിയുള്ള ഭാഗം എടുത്ത് ഒരതി തുടങ്ങാം. ഒരതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് അധികം ആയിപ്പോകരുത്, എന്നാൽ തീരെ കുറവും ആയിപ്പോകരുത്. നമ്മൾ ഒരു അല്പം ഒരതി കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് ആ വിത്തിൽ ഒരു വെള്ള കളർ കാണാൻ കഴിയും. ആ വെള്ള കളർ കാണുന്ന വരെ നമുക്ക് ഒരതേണ്ടി വരും. ഇതുപോലെ. ഈ കാണിക്കുന്നത് ഇത്രയും പോരാ, കുറച്ചുകൂടി നമുക്ക് ഒരതി കളയാനുണ്ട്. ഒരു വൈറ്റ് കളറിലുള്ള ഒരു കളർ കാണും. ആ സമയം വരെ നമുക്ക് ഒരതേണ്ടി വരും. ഇതുപോലെ. ഇത്രയും ആയാൽ മതി. സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് അധികം ഒരതി കളയാൻ പാടില്ല. എന്ന് വെച്ചാൽ പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ, ബലമുള്ള ഒരു ചുറ്റികയോ അല്ല വേറെ എന്തെങ്കിലും ഒരു വസ്തുവായിട്ട് അതിൻ്റെ മോൾ ഭാഗത്തെ ലെയർ ഒന്ന് ചെറുതായി പൊട്ടിക്കുക. അതിലും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഒരുപാട് പൊട്ടിക്കരുത്. ഒരുപാട് പൊട്ടിച്ച് കളഞ്ഞ് നമ്മുടെ വിത്ത് കേടുവരാനും പിന്നെ മുളയ്ക്കാതിരിക്കാനും കാരണമാവും. അതുകൊണ്ട് രണ്ട് മെത്തേഡിലും വളരെ സൂക്ഷിച്ച്, ഒരതുന്നതായാലും പൊട്ടിക്കുന്നതായാലും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബൗൾ പോലെയുള്ളൊരു കണ്ടെയ്നർ എടുത്തിട്ട് അതിനകത്ത് ശുദ്ധവെള്ളമായിരിക്കണം യൂസ് ചെയ്യാൻ പോകുന്നത്. ആ വെള്ളത്തിലോട്ട് നമ്മുടെ ഈ താമര വിത്തുകളെ ഇടുക. ഒരുപാട് വിത്തുകൾ ഒരുമിച്ച് ഇടാതിരിക്കാൻ സൂക്ഷിക്കുക. ഒന്നോ രണ്ടോ വിത്തുകൾ ഇട്ടാൽ മതിയാവും. എന്നിട്ട് നമുക്കത് മുളപ്പിച്ചെടുക്കാൻ നോക്കാം. പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ, എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ വെള്ളം മാറ്റേണ്ടതാണ്. അപ്പോൾ ഈ കാണുന്ന മുള വന്നിരിക്കുന്നത് നമുക്കൊരു 5-6 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഇത്രയും മുള വന്നിരിക്കുന്നത്. ദിവസം നമ്മൾ വെള്ളം മാറ്റിക്കളയാൻ പ്രത്യേകം സൂക്ഷിക്കണം. എന്നിട്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ ചെറുതായിട്ട് ഇലകളൊക്കെ വന്ന ഒരു പരുവം കാണുന്നുണ്ട്. ഇത് നമുക്കൊരു 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം കഴിയുമ്പോഴാണ് ഇതുപോലെ വള്ളിയും ചെറുതായിട്ടൊരു ഇലയും പിന്നെ കുറച്ച് വേരുകളും മുളച്ച് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊരു 10 അല്ലെങ്കിൽ 12ാമത്തെ ദിവസമായിരിക്കും ഇങ്ങനെ. പിന്നെ ഇപ്പോൾ കാണുന്നത് ഏകദേശം 15 തൊട്ടിട്ട് 16 ദിവസം ആയിട്ടുള്ളതാണ് ഈ വിത്തുകൾ. നമുക്ക് നല്ലോണം കാണാൻ പറ്റും. കുറേ വേരുകളും വന്നിട്ടുണ്ട് താഴോട്ട്, പിന്നെ കുറേ ഇലകളും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വിത്താണ് നമ്മൾ നടാൻ പോകുന്നത്. പിന്നെ എങ്ങനെ നടാം എന്നത് നോക്കാം നമുക്ക്. ഇനി നമുക്ക് നടാൻ വേണ്ടത് ഒരു ബക്കറ്റ് സൈസ് കണ്ടെയ്നറോ ഒരു ടബോ അല്ലെങ്കിൽ ഒരു പോട്ടോ മതിയായിരിക്കും. ഇത്രയും സൈസിലുള്ളൊരു പോട്ട് മതിയായിരിക്കും. രണ്ട് തരത്തിലായിട്ട് നമുക്കതിനെ നടാൻ കഴിയും. ഒന്ന്, ഒരു ചെറിയ കണ്ടെയ്നർ എടുത്തിട്ട് നമ്മളതിൽ മണ്ണും
ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇതെല്ലാം ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മുടെ ഈ വിത്തുകൾ വെച്ചിട്ട് ഒരു വലിയ ടബിനകത്ത് കൊണ്ട് നിക്ഷേപിക്കാം. അങ്ങനെയും നടാം. അല്ലാതെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത്, നമ്മൾ സാധാരണ ഒരു പോട്ട് എടുത്തിട്ട് അതിനകത്ത് മണ്ണും എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം ഒരേപോലെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചിരിക്കുന്നതാണിത്. എന്നിട്ട് അതിനകത്ത് ചെറിയ ഒരു കുഴി എടുത്തിട്ട് നമ്മൾ നമ്മുടെ താമര വിത്തുകൾ ഒരു കേടും കൂടാതെ സൂക്ഷിച്ച് അതിനകത്ത് നടണം. വളരെ സൂക്ഷിച്ചെടുക്കുക. കാരണം നമ്മുടെ വള്ളികളോ ഇല്ല വേരുകളോ പൊട്ടിപ്പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓരോ വിത്തുകളും എടുത്തിട്ട് നമുക്ക് നമ്മുടെ മണ്ണിലോട്ട് നടാൻ നോക്കാം. ഇവിടെ നമ്മൾ 2 സീഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും കുറച്ച് സ്പേസ് വിട്ടിട്ട് നമുക്ക് നട്ടെടുക്കാം. വളരെ സൂക്ഷിച്ച് മണ്ണെല്ലാം അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പോട്ടിൻ്റെ സൈഡിലൂടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. എന്നാൽ സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോൾ ഏകദേശം ഇത്രയും മതിയാവും. നമ്മുടെ ഇലകളെല്ലാം വെള്ളത്തിലിങ്ങനെ പാറ കിടക്കുന്നത് ആ ഒരു രീതിക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ നടേണ്ട രീതി.